മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് തരത്തിൽ നമ്മളെ സാമ്പത്തികമായി പിരിമുറുക്കം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും ഉണ്ടായിട്ട് പോലും അതൊന്നും അധികം നമ്മളെ ബാധിക്കാതെ നോക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ബിനോയ് വിശ്വം സഖാവുമായി കുറച്ച് നേരത്തെ സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ AKG സെൻറ്ററിൽ പോയി. അത് കഴിഞ്ഞതാ ഇപ്പോൾ MN സ്മാരക മന്ദിരത്തിലും വന്നിരിക്കുന്നു. ഗോവിന്ദ മാഷുമായി സംസാരിച്ചു, ബിനോയ് വിശ്വം സഖാവുമായി സംസാരിച്ചു. എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദത്തോടെയുമാണ് ഞാൻ ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ ചുരുക്കം സമയം കൊണ്ടാണ് ഒരു മണ്ഡലം മുഴുവൻ, ഇന്ത്യയിലെ എല്ലാവരും നോക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ എല്ലാവരും നോക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ജില്ലയാണ് നമ്മളുടെ തലസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത് എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത് തന്നെ ആ സെൻട്രൽ മണ്ഡലത്തിൽ വികസന പ്രദേശങ്ങളും അല്ലാതെ തീരദേശ പ്രദേശങ്ങൾ വികസിതമല്ല എന്നല്ല ഉദ്ദേശിച്ചത്. എങ്കിൽ പോലും ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രകൃതിയുമായി മല്ലിട്ട് ജീവിക്കുന്നവർ ഒക്കെ ജീവിക്കുന്ന ആ പ്രദേശത്തുള്ളവരുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കുവാൻ ഈ ഒരു അവസരത്തെ ഞാൻ കാണുന്നു. ഞാൻ നടത്തുന്നത് ഒരു വോട്ട് അപേക്ഷയായിരിക്കത്തില്ല, മറിച്ച് ഞാൻ എന്താണ് എന്നുള്ളത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താണെന്ന് അവരറിഞ്ഞാൽ മതി, അത് അവർക്ക് മനസ്സിലാകും. അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവരോടൊപ്പം നിൽക്കുവാൻ, അവരോടൊപ്പം നിന്ന് അവരുടെ സന്തോഷത്തിലും വിഷമത്തിലും എല്ലാത്തിലും പങ്കുചേർന്നുകൊണ്ട് വേണ്ട വികസനവും ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾക്കും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നതായിരിക്കും. MN സ്മാരകത്തിൽ ഞാൻ പണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇപ്റ്റ എന്ന് പറയുന്ന കലാ സാംസ്കാരിക സംഘടനയുടെ ഒരു പ്രവർത്തകനാണ് ഞാൻ. അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു, അതിൻ്റെ പ്രവർത്തകനാണ്. എൻ്റെ അച്ഛനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള, ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള ആളാണ്. എല്ലാവരുമായി വളരെയധികം ONV സാറും ആയിട്ടും ഒക്കെ വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന, ഇന്ത്യയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പ്രോഗ്രസീവ് ചിന്താഗതിയോടെ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ സംഘടനയുടെ ഭാഗമായി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് നല്ലത് വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.